പഠനോപകരണ വിതരണം നാളെ നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി നിർവഹിക്കും. വിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 339 വിദ്യാർത്ഥികൾക്കാണ് മേശയും കസേരയും ഉൾപ്പെടുന്ന പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക. കഴിഞ്ഞ 3 വർഷമായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതിയാണ് ഈ ഭരണസമിതി നടപ്പാക്കുന്നതെന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OO ഷംസു അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 2-3 വർഷക്കാലമായി സ്പില്ലോവറായി കിടക്കുന്ന ഒരു പ്രൊജക്റ്റാണ് മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണം. എന്നാൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ 16 ലക്ഷം രൂപയാണ് മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞ 3 വർഷമായി വകയിരുത്തി വന്നിരുന്നത്. ഈ വർഷം വളരെയേറെ പണിയെടുത്ത് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ലിസ്റ്റുകളൊക്കെ മാറ്റി ഇപ്പോൾ പൊന്നാനി നഗരസഭക്കകത്തുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മത്സ്യത്തൊഴിലാളികളായ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് സ്കൂളുകളിൽ ഒന്ന് വാങ്ങി അത് കൗൺസിൽ അംഗീകരിച്ചതിന് ശേഷം സിഡ്കോയുമായി കരാറ് വെച്ച് 339 പഠനോപകരണങ്ങൾ ഈ വരുന്ന 10ാം തീയതി പൊന്നാനി MI ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ വെച്ച് ബഹുമാന്യനായ ചെയർമാൻ അതിന്റെ ഉദ്ഘാടന കർമ്മം ഈ 10ാം തീയതി 3:30 നിർവഹിക്കപ്പെടുകയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്ട് പൊന്നാനിയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കമാണ് നഗരസഭ ഈ ഭരണസമിതി ഇപ്പോൾ കുറിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വർഷം തന്നെ മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്ക് സൈക്കിളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലുപകരണങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ സുരക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ലൈഫ് ജാക്കറ്റുമൊക്കെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 3:30 പൊന്നാനി MI ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനോപകരണ വിതരണ ചടങ്ങ് നടക്കുന്നത്.